സിസ്റ്ററെ, കുതിരവട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ? 9 മണിക്ക്. ഞാനും അങ്ങോട്ടാ. അയ്യോ, ഞാൻ ആശുപത്രിയിലേക്കല്ല, ഞാൻ നോർമലാ. എനിക്ക് വഴിയിൽ ഇറങ്ങാനാ. ഒരു വിൽസ് ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് അല്ല, ഒരു വിൽസ് ഒരു പാക്കറ്റ്. ഒരു വിൽസ് ഒരു കാലി പാക്കറ്റും. കാലി പാക്കറ്റ് ഇല്ല. അതെന്താ? ഇവിടെ ഉണ്ട്. ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം. ഇതിനെന്താ ചാർജ്? 80 പൈസ. അല്ല, ഈ ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെ? എന്താ? ഹോട്ടൽ പാരമൗണ്ട് ടവർ എവിടെയാ? അത് കുറച്ചങ്ങ് പോണമല്ലോ. കുതിരവട്ടത്ത് പോണ വഴിക്കാ. ഞാനും അങ്ങോട്ടാ. ഞാൻ അവിടുത്തെ സ്റ്റാഫാ. എന്നാ സാറും കൂടെ കയറട്ടെ. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. വിട്ടോ. ഇവിടെ ആദ്യമായിട്ടാണല്ലേ? അതെ സർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക. മുതലാളി ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിലേക്ക് പോകുന്നു. എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തൊരു ചൂട്! എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനകത്തിരുന്ന് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സാർ? ആ, അതുകൊണ്ട് കൊള്ളാം. ഇവിടെ ആണെങ്കിൽ പറ്റുമോ? അൺസൈക്കിൾ. എടോ, കാറും കൊണ്ട് ആൾക്കാരെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അയ്യടാ, കാറിന്റെ മുമ്പിൽ ചാടിയതും പോരാ കുറ്റാനിക്ക. അതെ, കാറിന് മാത്രം പോകാനുള്ളല്ലേ റോഡ്. ആൾക്കാർക്ക് നടക്കാൻ കൂടിയുള്ളതാ. മാറി നോക്കിയല്ല കാർ ഓടിക്കുന്നത്, താഴെ നോക്കിയാ. എക്സ്ക്യൂസ് മീ, തിരിച്ചില്ലെന്നും പറഞ്ഞാണോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്? ആഹാ, വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയതും പോരാ, ആളെ കളിയാക്കാം. വണ്ടി വരുന്നതാണ് മുഖത്ത് കണ്ണില്ലേ? ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാണെങ്കിൽ അത് എന്റെ കാറിന്റെ മുമ്പ് ചാടിയാൽ നടക്കില്ല. നല്ല ബ്രേക്കാ. അതിന് വല്ല KSRTC ബസ് നോക്കുന്നതാണ് നല്ലത്. അയ്യോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. അമൻ സാർ, അപ്പൊ ഹോട്ടൽ ഏത് ഹോട്ടൽ? പാരമൗണ്ട് ടവർ. അതെ, ഇവിടുന്ന് അല്പദൂരം റിവേഴ്സ് എടുത്ത് പോയാല് ഒരു ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേ? ബസ് സ്റ്റോപ്പ്. കറക്റ്റ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ. വരട്ടെ. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു. ഐ എം ഉണ്ണികൃഷ്ണൻ. ഇന്റർവ്യൂവിന് വന്നൊക്കെ മുകളിലേക്കല്ലേ MD പോരും. ചേട്ടാ ഒന്ന് നിന്ന്. ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട്. അങ്ങനെ വരട്ടെ. അതാ പറഞ്ഞത് നല്ല മുഖപരിചയം. എവിടാ നാട്? തലവടി. വലിക്കോ? ഇതിലൊന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല, ആശാൻ തന്നെ വലിച്ചോ. എന്നാ മുകളിലേക്കല്ലേ? അല്ലപ്പോഴേ എങ്ങനെയാ? എന്ത്? ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യമാ. ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ 6 സഹോദരിമാർ, തളർവാദം പിടിച്ച അമ്മ, റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാൻ എല്ലാ ദുഃഖവും മറക്കുന്നത്. തനിക്ക് പാട്ടിഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? കൊള്ളാം. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ. അപ്പൊ എന്നെ പോലെ തന്നെ. ഞാനൊരു രാഗം പാടട്ടെ? ഇപ്പൊ വേണ്ട. എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേയിരിക്കാം. അതിനെന്തുണ്ട് ചേട്ടാ ഒരു വഴി? ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ഇന്റർവ്യൂവാണെങ്കിൽ 4 പേർക്ക് കാർഡ് അയച്ചിട്ടുണ്ട്. ആട്ടെ, തനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ? അത്ര പിടിയില്ല ചേട്ടാ. MD ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ. ബാക്കി 3 പേരും പെണ്ണുങ്ങളായതുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിൽ. ഞാൻ ക്രിക്കറ്റ് കളിക്കും ചേട്ടാ. ഡെയിലി കളിക്കില്ലെന്നേ ഉള്ളൂ. ഒന്നരാടെ ഇങ്ങനെ കളിച്ചോണ്ടേ. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരും അറിയണ്ട. താൻ മുകളിലേക്കല്ലേ, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ചേട്ടാ ഒരു മിനിറ്റ്. പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാര്യം? എന്താ താൻ കല്യാണം കഴിച്ചല്ലേ?
കല്യാണം കഴിച്ചതാ. എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയ. അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്ന മാനേജ്മെന്റിന്റെ വാദം. പണി ചെയ്യത്തില്ല. വെരി കറക്റ്റ്. ആ എന്നാ തഞ്ചല്. And that's another one, I think. Boone trying to. ആ നീ ആയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ? അങ്ങനെ 21ാമത്തെ ഇന്റർവ്യൂ സക്സസ്. നാളെ ജോയിൻ ചെയ്യാ. നീ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞതാ ഈ ജോലി നിനക്ക് തന്നെ കിട്ടുമെന്ന്. ഹോ, ജോലി കിട്ടിയ കാര്യമൊന്നും പറയണ്ട. എന്തൊക്കെ നാടകം കളിച്ചാലാ ജീവിക്കാൻ പറ്റുക? എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ചേ? മാരീഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നാവില്ലേ? തന്നെയുമല്ല, അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ? ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പാ. അതുമല്ല, ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ അതൊക്കെ പോട്ടെ. രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ? ഹേയ്, മുത്തശ്ശി ഇപ്പോഴും പിടിച്ച പിടി തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിശ്വട്ടിനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല. എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നാ പ്രശ്നമാവുമല്ലോ ഒന്ന് പേടിച്ചാ പോകാതിരുന്നത്. ആ മുത്തശ്ശി മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? നീ ചെയ്തതും കുറച്ച് കടന്നു കൈയായി പോയില്ലേ? മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ. രജിസ്റ്റർ മാരേജിന് നീയൊക്കെ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത്. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ? ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമ്മാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന്. എവിടെ, മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധമായിരിക്കും. അതൊക്കെ മാറില്ലേടി. നിനക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം മുത്തശ്ശി ഇവിടെ ഓടിയെത്തും. എന്താടി, വല്ല വിശേഷമുണ്ടോ? പോടി അവിടുന്ന്. ആ ലതേ, മുറിക്ക് ഇത്രയൊക്കെ സൗകര്യം മതിയോ നിനക്ക്? ധാരാളം. എന്താ വാടക? വാടകയൊന്നും നീ തരണ്ട, അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അത് പറ്റില്ല. വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ? ഒരസൗകര്യമില്ല. വിശ്വട്ടിനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി കയറി വരുന്നത്. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി. ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ. വിശ്വട്ടിനെ അറിയുമ്പോ സന്തോഷാവും. ഓഫ് കോഴ്സ്, ഐ എം വെരി കോൺഫിഡന്റ് അബൌട്ട് മൈ പ്രോജക്ട്. ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് പറയാമല്ലോ. ഞങ്ങളൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ? ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. തർക്കമുള്ള സ്ഥലം വാങ്ങിക്കാൻ ഞങ്ങൾ പറഞ്ഞു. സാറ് വിഷമിക്കണ്ട, സ്റ്റേ ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാൽ മതി. എന്റെ കാശ് ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് കല്ലും മണ്ണും ചുമന്നുണ്ടാക്കിയ കാശാ. ഞങ്ങളുടെ കാശ് കിട്ടണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ്. അതിനാ സ്റ്റേയും പ്രശ്നങ്ങളും ഒക്കെ തീർന്നില്ലെങ്കിൽ എല്ലാവരുടെയും പണം തിരികെ തരാം. ഈ അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് ഒരു ചാൻസ് കൂടെ തരൂ പ്ലീസ്. ശരി, ഒരു മാസം. അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും. അവന്റെ കൈ നമുക്ക് കുടുങ്ങിപ്പോയില്ലേ? ഇവന്റെ അടുത്തൊക്കെ ഈ രീതിയെ പറ്റൂ. അയ്യോ, ഐ എം സോറി. ഞാൻ എന്തുവാണെന്ന് വിചാരിച്ചു. ലത എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. സാർ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു. ആ, എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ താമസിക്കാൻ പോവാ. ശല്യോ? ലത ഇവിടെ ഉള്ളത് ഇന്ദുവിനൊരു കൂട്ടല്ലേ. പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടേക്കരുത്. ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. ആ അതെ, എവിടെ എന്റെ ശ്രീമതി? അകത്തുണ്ട്.
ഇന്നലെ സാറിനെ കാണാത്തോണ്ട് മോഹം എല്ലാം കൂടെ വലിച്ചിറക്കി കെട്ടിയിരിക്കുക. നീ ഒന്നേ എന്റെ പൊന്നിലതെ കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടൊന്ന് പൊത്തിപ്പിടിച്ചോ. ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാ.